ഗൈസ്, അടുത്തത് JVP വേവ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതിൽ ആബ്സെൻറ്റ് എക്സ് വേവും സ്റ്റീപ്പ് വൈയും കാണുന്നത് ട്രൈക്കസ്പിഡ് റിഗർഗിറ്റേഷനിലാണ്. ഇൻ കേസ് ഓഫ് ട്രൈക്കസ്പിഡ് സ്റ്റിനോസിസ് പ്രൊലോങ്ഡ് വൈ ഡിസെൻ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, ആബ്സെൻറ്റ് വൈ സ്റ്റീപ്പ് എക്സ് ആണെങ്കിൽ കാർഡിയാക് ടാംപോണൈഡിലാണ് കാണുക. ബോത്ത് എക്സ് ആൻഡ് വൈ ആർ സ്റ്റീപ്പ് കൺസ്ട്രിക്റ്റീവ് പെരികാർഡൈറ്റിസിലാണ് കാണുക. ഇനി കാർഡിയാക് ടാംപോണൈഡ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. അപ്പോൾ അതിലെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, കാർഡിയാക് ടാംപോണൈഡിൽ പൾസസ് പാരഡോക്സസ് ഉണ്ടാവും, BP കുറയും, മഫിൾഡ് S1 S2 ആയിരിക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു ബെക്സ് ട്രയാഡ് ഉണ്ട്. എന്തിന്? കാർഡിയാക് ടാംപോണൈഡിന് BP കുറയുന്ന, മഫിൾഡ് ഹാർട്ട് സൗണ്ട്, വൈ ഡിസെൻറ്റ്, അബ്സെൻറ്റ് വൈ ഡിസെൻറ്റ്, ഈ മൊത്തത്തിൽ ഈ പൾസസ് പാരഡോക്സസ്, ഈ ഒരു ട്രയാഡിന് പറയുന്നതാണ് ബെക്സ് ട്രയാഡ്. ഓക്കെ, ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കാർഡിയാക് പെരികാർഡിയോ സെൻറ്റസിസ് ആണ് നമ്മൾ ചെയ്യുക. ബ്രത്ത് സൗണ്ട് പ്രസൻ്റ് ആയിരിക്കും, ഹാർട്ട് സൗണ്ടാണ് മഫിൾഡ് ആവുന്നത്. ഓക്കെ, താങ്ക് യു.